ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങളിതാ രാവിലത്തെ പരിപാടി ഇതൊക്കെയാണ്. വീട് ക്ലീനിങ് വീട് പോട്ട മേശ ക്ലീനിങ് ചെയ്തതാ. ഞങ്ങളിതാ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് രാവിലെ പഴവും കട്ടൻ ചായയാണ് കേട്ടോ. പിന്നീടാണ് ഞാൻ പാലും ചായയും പുട്ടൊക്കെ കഴിക്കണം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് നമുക്കിതാ തോട്ടത്തിലേക്ക് ഒന്ന് പോവാം. കണ്ടോ, എൻ്റെ ചേട്ടൻ്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. രാവിലെ തന്നെ നല്ല നല്ല മനോഹരമായിട്ടുള്ള കുഞ്ഞി കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായില്ലോ, നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ നട്ട പയർ ഇതുപോലെ വളർന്നിടാം. നമ്മുടെ പയർ ചെടി ഇതാ ഇതുപോലെ വളർന്ന് എന്നിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പയർ ഇതാ വലിയ പയറായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. അമ്മ നട്ട പയർ ഇതാ ഇത്ര വലിയതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുഴുണ്ട്, അതായത് നമ്മുടെ പയറിൻ്റെ ഇല പുഴു വന്ന് കടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് വീട്ടിൽ പയറെങ്കിൽ പയർ കിട്ടുമല്ലോ. ഇത് നമ്മുടെ വെണ്ടയാണ് കേട്ടോ. വെണ്ടയിലൊന്നും ആയിട്ടില്ല, വെണ്ട ചെടിയിലൊന്നും ആയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെണ്ടച്ചെടി ഇതാ നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ചീര നിൽപ്പുണ്ട്. ഇത് പിന്നെ കാട് പിടിച്ച് നല്ലോണം പയറിൻ്റെ ഇല നമുക്കറിയാമല്ലോ, പയർ ചെടി അറിയാമല്ലോ, ഇങ്ങനെ കാട് പിടിച്ച മാതിരി ആവും. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പയറിൻ്റെ ചെടി ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാവയ്ക്ക. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ കുഞ്ഞി പാവയ്ക്ക. നല്ല പാവയ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ആരെങ്കിലും മേടിച്ച് നടാനായിട്ട് ആഗ്രഹമുള്ളവർക്കൊക്കെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കുഞ്ഞി പാവയ്ക്കാണ്. നമുക്ക് ഒരു നേരത്തേക്ക് കിട്ടും. ഇപ്പോൾ ആയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 ഒക്കെ ആയി കിട്ടിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ചാമ്പമരം. ഞാൻ വിചാരിച്ചു ചാമ്പയ്ക്കൊക്കെ തീർന്നു, അവിടെ ഇവിടെ ആയിട്ട് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചെന്ന് പറഞ്ഞാൽ ആദ്യമാണ് ഇത് നമ്മുടെ ചെറു നാരങ്ങയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇതാണ് അമ്മിച്ച് ഒളിപ്പിച്ച് വെച്ച ആന്തങ്ങ. ആരോടും പറയരുത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ കടപ്ലാവാണ് കേട്ടോ. കടപ്ലാവിൽ ചക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിലത്ത് കിടപ്പുണ്ട്. ഇത് വീണ്ടും അമ്മയുടെ പരീക്ഷണമാണ്. അത് നമ്മുടെ അമ്മാമ്മയുടെ പരീക്ഷണമാണ്. ചാക്കിയിൽ നട്ടക്കണ ചേമ്പും പയറും എന്താ ഇപ്പോൾ പറയുക, വെണ്ടയ്ക്ക് ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പയറാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അമ്മച്ചി മിറ്റടിച്ചിട്ടില്ല. അപ്പോൾ അമ്മച്ചി മിറ്റടിക്കണേക്കാളും മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എന്നെയാണെങ്കിൽ കൊതുക് അടിച്ച് പൊതിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് കൊതുക് അടിച്ച് പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് പയർ പൂവ്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് പയർ പൂവ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. ഇതാണ് ആകെ ഒരു തെങ്ങും ഞാനും ഉള്ളത്. എന്ത് ചെയ്യാനാണെന്ന് ഓർത്താ തെങ്ങിലെ തേങ്ങയൊക്കെ ഒരുവിധം എലി കരണ്ട പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സാമ്പാർ ചീരയാണ് കേട്ടോ. ഇത് വീണ്ടും പരീക്ഷണമാണ്. ചാക്കിലെ ഇനി ചേനയല്ല ചേമ്പാണ്. ചാക്കിലെ ചേമ്പ് എന്ന് പറയാം നമുക്ക്. ചാക്കിലെ ചേമ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് പയറുണ്ട്, കൊള്ളിയുണ്ട്. ഇത് ഞാൻ നട്ടതാണ്. അമ്മ വരണക്കാലം മുമ്പ് ഞാൻ നട്ട 2-3 പച്ചമുളക് നട്ടിട്ടുണ്ടായത്. അതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോസാണ് കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ മാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നിലത്തേക്ക് വീണു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും രാത്രി കിടക്കുമ്പോൾ ഓരോന്നിങ്ങനെ വീണു. അയ്യോ വിഷമം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക് യു. സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.